പേളിമാണി അത്രയ്ക്ക് ഇഷ്ടമാവാനുള്ള റീസൺ എന്താ? എന്താ അത്രയ്ക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആണോ? നീ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ കാർഡ് ഏതാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാം. ഓക്കെ, റെഡാണ്, ഡയമണ്ടാണ്, 6 ആണ് നമ്പർ. ഇസ് ഇറ്റ് റൈറ്റ്? ക്യാമറയ്ക്ക് കാണിച്ചു കൊടുത്തേക്ക്. പെൻസിൽ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് തുഷാരയുടെ ഹാർട്ട് ബീറ്റിനെ ഞാൻ പെൻസിലിലേക്ക് കോപ്പി ചെയ്യും. എന്നിട്ട് തുഷാരയുടെ കയ്യിൽ അത് ഹാർട്ട് ബീറ്റ് വരാൻ പോവാണ്. ഓക്കെ റൈറ്റ്? ഇപ്പൊ ഫീൽ ചെയ്തോ? ശരിക്കും ഫീൽ ചെയ്തു? ഏയ് വെറുതെ അതെ. എന്തൊക്കെയാണ് മാഡത്തിന്റെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് പറയാം? തൃശ്ശൂർ വളരെ മനോഹരമായിട്ട് പോകുന്നു. എന്തൊക്കെയാണോ ഞാൻ മടങ്ങേണ്ടത്? എൻ്റെ ലക്ഷ്മി, ഇവരുടെ മഹാലക്ഷ്മി എൻ്റെ കൈ കടന്ന് പടഞ്ഞു മരിച്ചത് അത് ഞാൻ മറക്കണോ? പൂജപ്പൂര സന്ദർശത്തിൽ കരിങ്കല്ലിനൊന്ന് ഞാൻ മറക്കണോ? മറകില്ലടോ, ഒന്നും മറക്കാൻ അഞ്ഞൂറാന് കഴിയില്ല. കേൾക്കുന്ന ഒരു ന്യൂസാണ്, അമ്മ കുഞ്ഞിനെ കൊന്നു, അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ അഭയപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നമ്മളിങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. ഒരു ഭ്രാന്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവരിൽ കണ്ടേക്കാം. ഹായ് ഓൾ, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കാസ്പറ പോഡ്കാസ്റ്റ്. കാസ്പറ പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് മലപ്പുറത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ജിഷാദ് സാറാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ ജിഷാദ് സാറിനെ നമ്മളെ കാസ്പറ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം സർ. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ സൊസൈറ്റിയിൽ കുറേ കാര്യങ്ങൾ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അതുപോലെ തന്നെ ഹിപ്നോട്ടിസം, ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ സർ, നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. സോ നമ്മൾ ജിഷാദ് സാർ, നമ്മളിപ്പം കേൾക്കുന്ന ഒരു ന്യൂസാണ്, അമ്മ കുഞ്ഞിനെ കൊന്നു, അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ അഭയപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നമ്മളിങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തുഷാര ഇപ്പം എന്നോട് ചോദിച്ചത്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ന്യൂസ് കാണുമ്പോൾ ഒരിക്കലും ആ അമ്മയുടെ ഭാഗം നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. നമ്മൾ പെട്ടെന്ന് ആ ന്യൂസ് കേൾക്കുമ്പോൾ അമ്മയെ അത്രയും ക്രൂരമായിട്ട് മാത്രമേ ചിത്രീകരിക്കുന്നുള്ളൂ. പക്ഷേ ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോസ്റ്റ്മോർട്ടം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു 3rd സ്റ്റേജ് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം സൈക്കോസിസിൻ്റെ ഒരു സിംറ്റംസ് ആയേക്കാം. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഭയാനകമായിട്ടുള്ള, അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഒരു ഭ്രാന്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവരിൽ കണ്ടേക്കാം. എന്താണ് ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്? എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്? പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെയോ പോസ്റ്റ്മോർട്ടം ബ്ലൂസിൻ്റെയോ പോലെയുള്ള അവസ്ഥയല്ല. കുറച്ചും കൂടി ഭയാനകമായിട്ടുള്ള ഒരു ചിത്തഭ്രമത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്ന ഒരു തോട്ട്സാണ് അവിടെ ഉണ്ടാവുക. അവർക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കാണുക, അതേപോലെ തന്നെ ജീവികളൊക്കെ വന്ന് അവരോട് സംസാരിക്കുന്ന പോലെ തോന്നുക, ആലൂസിനേഷൻ, വിഷ്വൽ ആലൂസിനേഷനും അതേപോലെ ഓഡിറ്ററി ആലൂസിനേഷനും ഒക്കെ ഉള്ളൊരവസ്ഥയാണ്. കുട്ടിയെ ഭയപ്പെടുത്തും, അവരെന്നെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സൂയിസൈഡ് ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതുള്ളത്. അവർ ഉദ്ദേശിക്കുന്നത് കുട്ടിയെ ഞാൻ സേവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ആ കുട്ടീനെ അവർ കൊണ്ടുപോയിട്ട് കിണറ്റിൽ കൊണ്ടുപോയി ഇടുകയൊക്കെ ചെയ്യുന്നത്. ഒരു ചിത്തഭ്രമത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവരിൽ കണ്ടേക്കാം. ഇതൊക്കെയാണ് സൂയിസൈഡ്. ഇതൊരു 2% ആളുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസിൻ്റെ പ്രത്യേകത. നമ്മൾ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ഒരിക്കലും അമ്മയുടെ ഭാഗം നമ്മൾ ചിന്തിക്കാറില്ല, ശരിയല്ലേ? ഒരിക്കലും ചിന്തിക്കില്ല. നമ്മൾ ആ അമ്മയെ കുറ്റപ്പെടുത്തുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് ആ അമ്മ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അവർക്ക്. പക്ഷേ ചില സമയങ്ങളിൽ അവർക്കൊരിക്കലും മെഡിസിൻ്റെ ഹെൽപ്പും കൊണ്ട് തന്നെ അവർ ശരിയായിക്കൊള്ളണമെന്നില്ല. ECT പോലെയുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് അവർ പോകേണ്ടി വരും. നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസിനെ പറ്റിയിട്ട് പറഞ്ഞു, അതുപോലെ തന്നെ അതും ഡിപ്രഷനും, അതെന്താണ്, അതെങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്? അതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ശരി. പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ തന്നെ 3 ടൈപ്പിലാണ് വരുന്നത്: പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആൻഡ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് കടന്നു പോകുന്ന 0 മുതൽ ഒരു 2 വീക്ക് വരെയാണ് അത് നിലനിൽക്കുക. ഞാൻ ഓക്കെ അല്ല, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, പുതിയൊരു പേഴ്സൺ അവരുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. സത്യം പറഞ്ഞാൽ ഒരു പ്രസവം അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലൊരു സന്തോഷമുള്ളൊരവസ്ഥയാണ്. പക്ഷേ ഇത് ആ ഒരു പ്രസവിച്ച ആ ഒരു
സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവർക്ക് അവരായിട്ട് ചിന്തിക്കുന്നതല്ല, പ്രൊജസ്ട്രോണിൻ്റെയും ഈസ്ട്രോജൻ്റെയും അതേപോലെ ഓക്സിറ്റോസിൻ്റെ ഒക്കെ ഈ ഹോർമോൺ സഡൻലി താഴുന്നൊരവസ്ഥയാണ് അവർക്കുണ്ടാകുക. അപ്പോഴാണ് അവർക്ക് നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും ഈവൻ സൈക്കോസിസ് വരെ സംഭവിക്കുന്നത്. അപ്പോൾ ബ്ലൂസിൻ്റെ കാര്യം പറയുന്നത് അവർ ഓക്കെ അല്ലാത്തൊരവസ്ഥ തോന്നുക, അതേപോലെ തന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, സാഡായിട്ടുള്ളൊരവസ്ഥ ഇരിക്കുക, കുട്ടീനെ എനിക്ക് നോക്കാൻ കഴിയില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നു. അതൊരു വളരെ മൈൽഡ് ഫോമാണ്. ഒരു 2 വീക്ക് കൊണ്ട് തന്നെ ശരിയാകും. വീട്ടുകാരൊന്ന് കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ ഒന്ന് കാണിക്കുകയോ ചെയ്യുക. അതിനൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും അതുപോലെ നോർമൽ ഡിപ്രഷനും പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ വരുമ്പോഴത്തേക്കും എന്താണെന്ന് പറയാം, ഞാൻ ഓക്കെ അല്ലാത്തൊരവസ്ഥ, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതേപോലെ തന്നെ ഹസ്ബൻഡ് എന്നെ വേണ്ട പോലെ കെയർ ചെയ്യുന്നില്ല, ഞാൻ കൊടുക്കുന്ന സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ട്സ് വരിക, കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുക, അതേപോലെ തന്നെ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള തോന്നൽ വരിക. അതേപോലെ ബാക്കിയുള്ളതൊക്കെ സാധാ ഡിപ്രഷൻ്റെ സിംറ്റംസ് തന്നെയാണ് വരിക. എപ്പറ്റൈറ്റ് ലോസ് വരിക, അതേപോലെ ഇൻട്രസ്റ്റ് ലോസ്, എനർജി ലോസ്, ഒന്നിനോടൊരു താല്പര്യമില്ലാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. സ്ലീപ്പിംഗ് ഡിഫക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരുപാട് ഉറങ്ങും, തീരെ ഉറങ്ങാത്തൊരവസ്ഥയും വരും. രണ്ടും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ തന്നെ ഒത്തിരി കഴിക്കുന്നവരുമുണ്ട്, തീരെ കഴിക്കാത്ത ഒരു അവസ്ഥയും ഇവർക്കുണ്ടാകാറുണ്ട്. ഞാൻ പൊതുവേ ഈ മെൻ്റലിസം എന്ന് പറയുന്നത് റീൽസിലൊക്കെ മാത്രം കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമ്മളുടെ സൈക്കോളജിസ്റ്റ് അത് ഇവിടെ നിന്ന് നേരിട്ട് എനിക്ക് ചെയ്തു തരാമെന്നല്ലേ പറഞ്ഞത്? തീർച്ചയായിട്ടും ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിന്ന് 1-2 കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ മെൻ്റലിസ്റ്റ് അനന്തൊക്കെ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് സംഭവം ഞാൻ ചെയ്യാൻ പോവാണ്. തുഷാരയുടെ ഹാർട്ട് ബീറ്റ് ഞാനിങ്ങനെ കയ്യിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെയുണ്ടാവും? ഹാർട്ട് ബീറ്റ് കയ്യിലേക്ക് കൊണ്ടുവരാം. ഓഫ് കോഴ്സ്, ഒരു പെൻസിലിൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ട്രൈ ചെയ്യാം. ഓക്കെ. മെൻ്റലിസ്റ്റ് അനന്തൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ആർട്ടാണ് ഞാൻ ചെയ്യണത്. പെൻസിൽ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് തുഷാരയുടെ ഹാർട്ട് ബീറ്റിനെ ഞാൻ പെൻസിലിലേക്ക് കോപ്പി ചെയ്യും. എന്നിട്ട് തുഷാരയുടെ കയ്യിൽ അത് ഹാർട്ട് ബീറ്റ് വരാൻ പോവാണ്. ഓക്കെ, റൈറ്റ്, റെഡി അല്ലേ? റെഡി. അത് തുടങ്ങുവാണേ. ഇപ്പോൾ കയ്യിൽ അതുണ്ട്. ഓക്കെ, എൻ്റെ കൈക്ക് എന്നെ നോക്കിയേ. 1 2 3. ക്ലോസ് യുവർ ഐസ്, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ഓക്കെ, കൈ നീട്ടിക്കേ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത് 3 വരെ എണ്ണുമ്പോഴത്തേക്കും ഈ കയ്യിലുള്ള ഹാർട്ട് ബീറ്റ് ഈ പെൻസിലൂടെ കോപ്പി ചെയ്യാണ്. ദേ കയ്യിൽ കോപ്പി ചെയ്ത് തിരിച്ചു വരികയാണ്. 1 2 2. ദേ എവിടെ എത്തി? കയ്യിൽ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പോവുകയാണ്. 1 2 3 4 5 6 7 8 9 10. ഇപ്പോൾ ഫീൽ ചെയ്തു? ശരിക്കും ഫീൽ ചെയ്തു? വെറുതെ അല്ല, സത്യം ശരിക്കും ഫീൽ ചെയ്തു. അതെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ഗൂഗിൾ ചെയ്ത് അനന്തു ചെയ്ത ആട്ടും കൂടി വെച്ചോടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ, നന്നായിരിക്കും. ഇത് കുറച്ച് സാധാ കാർഡാണ്. ഞാനത് തുഷാരയുടെ കയ്യിൽ തരാൻ പോവുകയാണ്. ഇത് ഫുൾ ചെക്ക് ചെയ്തോ, ഷഫിൾ ചെയ്തോ. അതെ, നല്ലോണം ഷഫിൾ ചെയ്യാനൊക്കെ അറിയാമല്ലോ. ഞാനിത് കളിച്ചിരിക്കും ശീലമില്ല. ഓക്കെ, അത്ര മതി. ഇനി പകുതി അവിടെ വെച്ചോളൂ, എനിക്ക് ഇത്ര വേണ്ട. ഓക്കെ, ഇനി അതെനിക്ക് തരൂ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ചുകൂടി ഷഫിൾ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് ഓക്കെ അല്ലേ? ഇത്ര ഷഫിളിങ് മതിയോ? മതി. കുറച്ചും കൂടി വേണേ? കുറച്ചും കൂടി ആക്കിക്കോളൂ. അയ്യോ സോറി. ഇപ്പോൾ കുറേ ഷഫിൾ ചെയ്ത് വെച്ചു ഞാൻ. ഓക്കെ, ഇതൊക്കെ ഡിഫറെൻറ്റ് കാർഡല്ലേ? ഒന്നും കൂടി നോക്കിക്കോ. ആണോ? ഡിഫറെൻറ്റ് കാർഡാണോ? ഓക്കെ, ഇനി ഇഷ്ടമുള്ളൊരു നമ്പർ പറഞ്ഞോ. ഇഷ്ടമുള്ളൊരു നമ്പർ പറയണോ? ഇഷ്ടമുള്ളൊരു നമ്പർ പറയാം. 9. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8. എത്ര? 9 അല്ലേ പറഞ്ഞത്? 9. ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? സോ ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9. ദിസ് ഈസ് യുവർ കാർഡ്. ഓക്കെ, ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, എന്നെ കാണിക്കണ്ട. ഓക്കെ. അപ്പോൾ ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ കാർഡ് ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. സോ ആ കാർഡിൻ്റെ രൂപം ജസ്റ്റ് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുപോയോ. ഓക്കെ, ആ കാർഡ് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കിടക്കട്ടെ. അതിൻ്റെ നമ്പർ ഞാൻ പറയാൻ പോവാണ്. ഫസ്റ്റ് 1 2 3 4 1 2 3 4 5 6 1
2, 3, 4, 5, 6. 6 is it 6? Then black, red. Is it red? Red, black, diamond. Red, black. Sorry, red ആണ്, diamond ആണ്, 6 ആണ് നമ്പർ. Is it right? ക്യാമറയൊക്കെ കാണിച്ചു കൊടുത്തേക്ക്. അങ്ങനെ ഒന്ന് ട്രിക്ക് പറഞ്ഞുതരുമോ? തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം എല്ലാ ട്രിക്കുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, എന്നാലും എങ്ങനെ ഗീവ് മീ ദാറ്റ് കാർഡ്. ഇതിനെന്തോ സൈക്കോളജിക്കൽ പരമായ അങ്ങനെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാർഡ് എടുക്കുക, ഇതെല്ലാ കാർഡുകളും ഡിഫറെൻ്റ് തന്നെയാണ്. പക്ഷേ ഇതിലൊരു കാർഡ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ കാർഡിൻ്റെ നമ്പർ പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന മൈക്രോ എക്സ്പ്രഷനിലൂടെ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഒരു സൈക്കോളജിസ്റ്റ്. നമ്മൾ ഇപ്പോൾ റീലിലൊക്കെ കാണുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ബീച്ചിലൊക്കെ കുറേ ആൾക്കാർ ഇരിക്കുന്നു, അവർ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ കുറച്ച് നേരം അവർ കംപ്ലീറ്റ്ലി ഒരു കോമ പോലെ ആവുക, അല്ലേ? കോമ എന്ന് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ് ബോധം പോകുന്നു, പിന്നെ സഡനായിട്ട് ഇങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്, പിന്നെ അവർ കണ്ണൊക്കെ തുറക്കുന്നു. അപ്പോൾ പിന്നെ അവർ വേറൊരു ലോകത്ത്, അവരെ മുന്നിൽ കാണുന്നത് വേറെ പേഴ്സൺസിനെയൊക്കെയാണ്. ശരിക്കും ഇതെന്താണ്? ഇതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ലാസ്റ്റ് ചോദിച്ച ആ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ട് ശരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു എത്തിക്കലായിട്ടുള്ളൊരു ആർട്ടല്ല എന്നാണ് ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ക്ലിനിക്കൽ ഹിപ്നോട്ടിസം, സ്റ്റേജ് ഹിപ്നോട്ടിസം തമ്മിൽ കുറച്ച് ഡിഫറൻ്റ് ഉണ്ട്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പേഴ്സൻ്റെ അടുത്തേക്ക്, ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ അടുത്തേക്ക് ഒരാളെ റാൻഡമായിട്ട് നമ്മൾ പിക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ആ പേഴ്സൻ്റെ അടുത്ത് ഒരു കമൻറ്റ് കൊടുക്കുകയാണ്, ആളുടെ അടുത്ത് പറയുകയാണ്, ആളെ ഹിപ്നോട്ടൈസ് ചെയ്ത് ആളുടെ ഒരു മറ്റെന്താ ട്രാൻസ് പൊസിഷനിൽ എത്തിച്ചതിന് ശേഷം അവർക്കൊരു സജഷൻ കൊടുക്കുകയാണ്, നിൻ്റെ പിന്നാലെ ഒരു പട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടക്ക് ആ പട്ടീനെ ആൾ വിഷ്വൽ ഹാലുസിനേഷൻ പോലെ ആൾക്ക് കാണുകയും ആൾ ഫീൽ ചെയ്യും, ആൾ ഓടുകയും ചെയ്യും. ആളോടും, എല്ലാവർക്കും ആ പേഴ്സണ് കയ്യടിയൊക്കെ കിട്ടും. അത് തിരിച്ചു വരുന്നു. ഈ കയ്യടിയിലൂടെ ആ ഒരു ഹിപ്നോട്ടിസ്റ്റ് ആ ഒരു വേർഡ് തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ആൾക്ക് അതൊരു ഇമ്പാക്റ്റായിട്ട് കിടക്കും, പ്രശ്നമായിട്ട് കിടക്കും. പിന്നീട് അതൊരു പേടിയായിട്ട് ആളുടെ മനസ്സിൽ മാറും. അങ്ങനെ ഒരു കാര്യം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും അത് എടുത്ത് പറയാൻ കാരണം. അങ്ങനെ ഉണ്ടായതിന് ശേഷം ആ ഒരു പേഴ്സൺ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല, ആൾക്ക് എപ്പോഴും ഒരു പേടിയെന്ന് മാത്രമേ കിടക്കുള്ളൂ. കാരണം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു പവർ സജഷൻ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനൊരു സാധനം വരുന്നുണ്ട് എന്നുള്ളത്. അത് തിരിച്ചെടുക്കാൻ ആൾ മറന്നതിൻ്റെ അനന്തരഫലമാണ് ആൾക്ക് ഈ പേടിയായിട്ടുള്ളത്. പക്ഷെ അതൊരിക്കലും ആൾ ചിലപ്പോൾ ഓർത്തിരിക്കണമെന്ന് പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഇൻട്രോഗേഷനിലൂടെ ആയിരിക്കും ആ ഒരു വേർഡ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ അവർക്കൊരു പേടിയായിട്ടാണ് കിടക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു കാര്യം, അതുകൊണ്ട് ആൾക്ക് ഭാവിയിൽ തന്നെ ഒരു പേടിയുള്ള ഒരു പേഴ്സണായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കുറച്ച് നെഗറ്റീവും കൂടെ ഉണ്ട് ഇതിന് എന്നുള്ളത് ഉറപ്പായിട്ടും നമ്മൾ പറയണം. പക്ഷെ നമ്മൾ സാധാ ക്ലിനിക്കൽ ഹിപ്നോട്ടിസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ ശബ്ദമല്ലാതെ വേറൊരു ശബ്ദവും അവർക്ക് കേൾക്കുന്നില്ല. അങ്ങനെ അവർക്ക് കുറേ സജഷൻസ് കൊടുത്ത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ട്രോമയാണെങ്കിലും അതല്ലെങ്കിൽ വേറെയുള്ള നെഗറ്റീവായിട്ടുള്ള എന്തൊരു തോട്ട്സ് ആണെങ്കിലും അതിനെ നമുക്ക് ഈ കുറേ പവർ സജഷനിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന സജഷനിലൂടെ നമുക്കതിനെ കളയാനും അവരെ പവർ കമൻസൊക്കെ കൊടുത്തിട്ട് അവരെ എണീപ്പിക്കുമ്പോൾ അവരുടെ മൈൻഡ് ഒന്നും കൂടിയും ഫ്രീ ആകുന്ന പോലെ, മറ്റേ ആ ഒരു പ്രോബ്ലം ഒക്കെ ക്യൂർ ആകുന്ന പോലത്തെ ഒരു ഇതുണ്ട്. അത് നമ്മൾ ചെയ്യാറുണ്ട്. അതിനൊരു എത്തിക്കൽ ഹിപ്നോട്ടിസം എന്നും പറയാം. മറ്റേത് ബാക്കിയുള്ളവർക്ക് കയ്യടി കിട്ടുമ്പോൾ ഈ ഒരു പേഴ്സൺ പിന്നെ ചിലപ്പോൾ ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള സ്ട്രീറ്റ് ഹിപ്നോട്ടിസ്റ്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് പറഞ്ഞപ്പോൾ അതിലൊരു സിബ്ലിംഗ് റൈവൽറി എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് പറഞ്ഞു. അതെന്താ ശരിക്കും സംഭവം? എല്ലാവർക്കും ചിലപ്പോൾ കോമൺ ആയിട്ട് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മൂത്ത കുട്ടി ഉണ്ടാകുമ്പോൾ രണ്ടാമത്തെ കുട്ടി പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ കുട്ടി വിചാരിക്കും എന്നെയല്ല കൂടുതൽ കെയർ ചെയ്യുന്നത്, കൂടുതൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെറിയ കുട്ടീനോടാണ് എന്നൊക്കെ ഉള്ളൊരു തോട്ട്സ് വരുന്നൊരവസ്ഥയാണ് ഈ സിബ്ലിംഗ് റൈവൽറി. ഇതിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ കമ്പയർ ചെയ്യരുത് എന്ന് പറഞ്ഞില്ലേ. മൂത്ത കുട്ടി നന്നായി പഠിക്കും, ഇവൻ തീരെ പഠിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു വേർഡ് തന്നെ ആ കുട്ടി കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അത് വലുതായാലും ഇവൻ ഇപ്പം എൻ്റെ അടുത്ത ആയാലും തുഷാരുടെ അടുത്ത ആയാലും ഒക്കെ ആ മനസ്സിൻ്റെ ഉള്ളിൽ അത് കിടക്കും.
അമ്മ എനിക്ക് വലിയ മീൻ അവനാണ് കൊടുത്തിരുന്നത്, ചെറിയ മീനെ എനിക്ക് തന്നിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരു 10-40 വയസ്സുള്ള ഒരു ലേഡി കയറി വരുവാണ്. അല്ല, പറയുന്ന ഒരു വേർഡ് അവൾക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ ചിരി തോന്നും, പക്ഷേ ഫസ്റ്റ് കേൾക്കുമ്പോഴെങ്കിലും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട് ആ ഒരു വേർഡ്. അതൊക്കെയാണ് ചൈൽഡ്ഹുഡ് ട്രോമയായിട്ടും കയറി കിടക്കുന്നുള്ളത്. അപ്പോൾ കമ്പയർ ചെയ്യാതിരിക്കുക, കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം അവർക്ക് പ്രകടിപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ഉള്ളിൽ സ്നേഹം നമ്മുടെ അടുത്ത് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ആ സ്നേഹം പ്രകടിപ്പിച്ചാലേ ഉള്ളൂ നമുക്ക് നമ്മുടെ അമ്മേനോടും അച്ഛനോടൊക്കെ, അല്ലേ തുഷാര, സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പാരൻസ് ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, തെറി വിളിക്കാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മളെ കുട്ടികളെ വളർത്തുമ്പോൾ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് തുഷാര, എന്താ അഭിപ്രായം പറയുന്നത്? അല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നാലേ ലൈക്ക് അവർക്കൊരു ബോണ്ടിങ് എന്താണെന്നോ ഈ എഫെക്ഷൻ എന്താണെന്നോ മനസ്സിലാക്കാൻ കുറച്ചും കൂടി സാധിക്കുള്ളൂ. കറക്റ്റ്. കുട്ടികളുടെ അടുത്ത് കള്ളം പറയാതിരിക്കുക കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട്. അതേപോലെ തന്നെ നെഗറ്റീവ് സ്ട്രോക്കുകൾ കൊടുക്കാതിരിക്കുക. നീ പൊട്ടനാണ്, അല്ലെങ്കിൽ മണ്ട എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ചെറിയ വേർഡുകൾ തന്നെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഈ ചെയ്യും. സ്കൂൾസിലൊക്കെ നമ്മൾ പ്രത്യേകം പറയാറുണ്ട്, കുട്ടികളെ പബ്ലിക്കായിട്ട് ഇങ്ങനത്തെ വേർഡിങ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ അത് കുട്ടികളുടെ മൈൻഡിൽ ഏത് കാലവും ഉണ്ടാവും. ഇപ്പം നമ്മളെ ചെറുപ്പത്തിൽ പറഞ്ഞത് ശരി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ ഒരു നല്ല പാരൻറ്റിങ്ങോട് കൂടി നമുക്ക് അച്ഛനും അമ്മയും കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യും കൂടി വേണം നമ്മുടെ അച്ഛനും അമ്മമാരും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എഫക്റ്റ് അവരുടെ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആസ് എ സൈക്കോളജിസ്റ്റ് എൻ്റെ കുറച്ച് ഒപ്പീനിയൻസാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, ലൈക്ക് നല്ല കുറേ ഒപ്പീനിയൻസ്. ഇതൊക്കെ ശരിക്കും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് നൈസ്, അല്ലേ? ഗുഡ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഹിപ്നോട്ടിസം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അത് വേണോ? ഒരു കടന്ന കയ്യല്ലേ? ലൈക്ക് നമ്മളിപ്പോൾ മരിച്ചുപോയ ആൾക്കാരൊക്കെ വിചാരിക്കുമ്പോഴാണല്ലോ അതൊരു വിഷയമായിട്ട് വരിക. അങ്ങനെ വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പേഴ്സണെ ആരെങ്കിലും നമുക്കൊന്ന് അങ്ങനെ ചിന്തിച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ വേണമല്ലേ? അപ്പൊ ആരെയാണ് ഇപ്പൊ ഇത്ര ഇഷ്ടം കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്? അങ്ങനെ കാണണം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ ലൈക്ക് സെലിബ്രിറ്റി അങ്ങനെ ചിന്തിക്കാം. ഓക്കെ. അപ്പൊ എന്നാ ആരെ കാണണ്ടെന്ന് പറഞ്ഞോളൂ, എന്നാ അവരെ തന്നെ കാണിച്ചേക്കാം. ഞാൻ പറയണോ? എനിക്ക് ലൈക്ക് മെയിൽ വേണോ ഫീമെയിൽ വേണോ, ആരെയാ നോക്കാം? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരെ തന്നെ കാണിച്ചേക്കാം. ലൈക്ക് ഇപ്പൊ എന്റെ ഫീൽഡ് ഒരു ആങ്കറിങ് ആയതുകൊണ്ട് അതുമല്ല, എനിക്ക് ഇഷ്ടം പേളിമാണിനെ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ പിന്നെ പേളിമാണി തന്നെ വരും. ഓക്കെ, ഉറപ്പാണോ? ഉറപ്പായിട്ടും വരും. വന്നാ എനിക്ക് എന്താ ചിക്കൻ ബിരിയാണി മേടിച്ചു തരുമോ? എന്ത് വേണേലും വാങ്ങി തരാം. പേളിമാണിനെ കണ്ടാൽ പിന്നെ എന്തായാലും ജീവിതത്തിൽ നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ പേളിമാണിനെ കാണാൻ പറ്റിയ ഓക്കെ. ജസ്റ്റ് ഈ കൈൻ്റെ ഈ ടിപ്പിൽ അതിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. കൗണ്ട് ഓഫ് 3, 1, 2, 3. ക്ലോസ് യുവർ ഐസ്. ഓക്കെ, ഇനി ഞാൻ 3 വരെ എണ്ണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണ്ണ് തുറന്ന് എണീക്കാൻ പറ്റും. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പേളിമാണിയായിരിക്കും. പേളിമാണി ഇപ്പം നിങ്ങളടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ. 1, 2, 3. ഓപ്പൺ യുവർ ഐസ്. കം ഓൺ പേളിമാണി, ഒന്ന് സംസാരിക്കൂ. ഓപ്പൺ യുവർ ഐസ്. പേളിമാണി, ഞാൻ എൻ്റെ ലൈഫിൽ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരാളാ. ഓക്കെ, എന്താ പറയാൻ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്ക് ഭയങ്കര എക്സൈറ്റഡാ. ഓക്കെ, ഒരു ഫോട്ടോ എടുത്ത് തരുമോ? ഫോട്ടോ എടുക്കണോ? ഓക്കെ, എടുക്കാം. ഫോട്ടോ എടുത്തു, മതിയോ? ഇനി എന്താ ഇവിടെ ഇരിക്കി. ഓക്കെ. ജസ്റ്റ് റിലാക്സ്. 1, 2, 3. ഇപ്പോൾ 3 വരെ എണ്ണുമ്പോഴത്തേക്കും തുഷാരയ്ക്ക് കണ്ണ് തുറക്കാൻ പറ്റും. തുഷാരയുടെ എക്സാക്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന ശരിക്കുള്ള പേഴ്സണെ തന്നെയാണ് നേരത്തെ കാണാൻ പോകുന്നത്. 1, 2, 3. ഓപ്പൺ യുവർ ഐസ്. ഇവരെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പേളിമാണി വന്ന പോലെ തോന്നിയോ? പേളിമാണി മുമ്പിൽ നിന്ന പോലെ തോന്നിയോ? സംസാരിച്ചോ? ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞായിരുന്നു. ആ ഫോട്ടോ കാണണോ? പേളിമാണി വന്ന ഫോട്ടോ. ഈ ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഫോട്ടോ പേളിമാണി അത്രയ്ക്ക് ഇഷ്ടമാവാനുള്ള റീസൺ എന്താ? അത്രയ്ക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആണോ?
നീ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയല്ല, പേളിമാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എനിക്ക് തോന്നുന്നു എല്ലാ മലയാളീസിനും നമ്മളെല്ലാവരും ലൈഫിൽ ഡൗൺ നമുക്കൊരു അൺഹാപ്പി സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ആക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഞാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മലയാളത്തിൽ എനിക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു വ്ളോഗറാണ് എപ്പോഴും. ഞാൻ അവരെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഭയങ്കര കാണണം, നേരിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും സാധിച്ചല്ലോ ഇടിക്ക്. ഓക്കെ, എന്തായാലും ഡൗൺ ആകണ്ട, അങ്ങനെ കാണട്ടെ. ഓക്കെ, ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത്ര നേരം ഫുള്ള് നമ്മൾ സൈക്കോളജിക്കൽ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതിനിടയിൽ ഞാനൊന്ന് ഇമോഷണലി വീക്കായി, എന്നാലും കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ ആയി. അപ്പോൾ ഇനി നമ്മളെ പ്രേക്ഷകരൊന്ന് എന്റർടൈൻ ചെയ്യാൻ, നമുക്കറിയാം നല്ലൊരു കലാകാരനാണെന്ന്, അപ്പോൾ കുറച്ച് മിമിക്രിയും കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു 2-3 ആക്ച്വലി ഞാനൊരു സ്റ്റേജ് പെർഫോമർ ആയിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ അങ്ങനത്തെ ഒരു സാധനങ്ങളൊന്നും ചെയ്യാറില്ല. എന്നാലും ഞാൻ ഈ പാരൻറ്റിങ്ങും അതേപോലെ കുട്ടികൾക്കുള്ള ട്രെയിനിങ്ങും ഒക്കെ എടുക്കാൻ വേണ്ടി പോകാറുണ്ട്. ആ സ്ഥലത്ത് വെച്ചിട്ട് അവരെ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ശബ്ദം മാറ്റിയിട്ടൊക്കെ കുറേ പോയിന്റ്സുകൾ പറയും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ സുരേഷ് ഏട്ടൻ പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരവസ്ഥ, എന്തൊക്കെയാണ് മാഡത്തിൻ്റെ വിശേഷങ്ങൾ, എന്തൊക്കെയാണ് പറയൂ. തൃശ്ശൂർ എങ്ങനെ പോകുന്നു? തൃശ്ശൂർ വളരെ മനോഹരമായിട്ട് പോകുന്നു. എൻ്റെ സിനിമ ആദ്യം എല്ലാവരും വളരെ ഇമോഷണലായിട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ ഓരോരുത്തരുടെ മുഖം ചുളിയുന്ന പോലെ. ഞാൻ ഒരുപാട് ദിവസം സിനിമയൊന്നും ഇല്ലാതെ ഇരുന്ന സമയത്ത് മമ്മൂട്ടി എന്നെ വിളിച്ചിട്ടില്ല, ലാലേട്ടൻ എന്നെ വിളിച്ചില്ല. പക്ഷേ ദിലീപ് എന്നെ വിളിച്ചു. ദിലീപ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുരേഷ് ഏട്ടാ എന്തെങ്കിലും വന്ന് ഞാൻ ചെയ്യാം സിനിമ, ഇല്ലെങ്കിൽ ഷാജിയേട്ടനോട് പറയട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനറിയാം ഒരു കലാകാരൻ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞൊരു സാധനമാണ്. ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് മൂപ്പര് ഒറിജിനലായിട്ട് പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഇതേപോലെ ഇരുന്നപ്പോൾ പറഞ്ഞ പണ്ട് ചെയ്ത 1-2 സ്റ്റാർസിനെ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. 1-2 സ്റ്റാർസിനെ കൂടി. എൻ്റെ ഫീ 500 ആയതുകൊണ്ടേ എന്നെ എല്ലാവരും 500 എന്നൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. നമുക്ക് 500 ശബ്ദം. ഓക്കെ, എന്തൊക്കെയാണോ ഞാൻ മടക്കേണ്ടത് എൻ്റെ ലക്ഷ്മി? ഇവിടെ മഹാലക്ഷ്മി എൻ്റെ കൈ കിടന്ന പടഞ്ഞ് മരിച്ചത്, അത് ഞാൻ മറക്കണോ? പൂജപ്പൂര സെൻറ്ററിൽ കരിങ്കല്ലിനൊന്ന് ഞാൻ മറക്കണോ? മറക്കില്ലടോ, ഒന്നും മറക്കാൻ 500 കഴിയില്ല. ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലാത്തൊരാളെ ഞാൻ വിളിക്കുമോ? ആ സ്വാമിനാഥൻ എന്ന് പറയുന്നവനെ ആ മാവിൻ്റെ ചോട്ടിൽ ഞാൻ വെട്ടി കുഴിച്ചു മൂടും. ഇനി നീ പറയുന്ന നുണയാണെങ്കിലോ 500 അപ്പോഴും 3 മക്കളെ കാണൂ. ആ സ്വാമിനാഥന് പകരം നിന്നെ ആയിരിക്കും വെട്ടി കുഴിച്ചു മൂടാൻ പോകുന്നത്. നിന്നെ കൊള്ളാമോ? അതെല്ലേ. ഒരാളും കൂടി. നമസ്കാരം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, ആ ലൈറ്റ് കുറച്ചും കൂടി ലൈറ്റ് കൂട്ടടോ. ആ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡയലോഗ് കുറച്ചും കൂടെ ലൈറ്റ് കൂട്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? അഞ്ജലിക്ക് മനസ്സിലായോ? അഞ്ജലി എന്നല്ല അല്ലേ പേരെന്താ? തുഷാരയ്ക്ക് മനസ്സിലായോ? ജാവയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. വളരെ വളരെ സിമ്പിളാണ്, അതുകൊണ്ട് നിങ്ങൾക്കും പഠിക്കാം. വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. മനസ്സിലായോ? എല്ലാം മനസ്സിലായി. ജാവ സിമ്പിളാണ്. അപ്പം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇനി കുറേ കാര്യങ്ങളെ പറ്റി അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സൈക്കോളജി ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്ത് ഒരുപാട് ടോപ്പിക്സ്. ശരി, ഞാൻ പേഷ്യൻസ് ഇല്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വരാം. നോ പ്രോബ്ലം. ഓക്കെ, നൈസാവും. അപ്പോൾ ഒരു ദിവസം എന്തായാലും ഇങ്ങോട്ട് വരിക, ഒന്നും കൂടി നമുക്കൊന്ന് ഇരിക്കുക, ഒരു നല്ല നല്ല ടോപ്പിക്സ് വീണ്ടും ഒന്ന് ആൾക്കാരിലേക്ക്. കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. അതെ, തീർച്ചയായിട്ടും തന്നെ പോവാം. അപ്പോൾ എന്തായാലും വിത്ത് ദിസ് വി ആർ ഗോയിങ് ടു കൺക്ലൂഡ് അവർ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഈ ഒരു ടൈമിൽ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. So with this we are concluding today's episode. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ ഒരാളുമായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം കാസ്പറ ആഡ്സ് ആൻഡ് ദിസ് ഇസ് തുഷാര മേനോൻ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ഒരു ബിഗ് ബൈ.